കമലേഷ്, കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഒരു നിർണായകമായ മുഹൂർത്തത്തിനാണ് ഇന്ന് കമലേഷിന് സാക്ഷിയാകാൻ കഴിഞ്ഞത്. വിഴിഞ്ഞം രണ്ടാം ഘട്ടത്തിൻ്റെ നിർമ്മാണോദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. എന്തൊക്കെയാണ് വിശദാംശം? ഷമ്മി, വിനിഷ, തീർച്ചയായും നാടിന്റെ വലിയ സ്വപ്നമാണ് യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതിന്റെ ഒരു ഘട്ടം നേരത്തെ തന്നെ വിജയകരമായി പൂർത്തിയാക്കി വലിയ കുതിപ്പ് നടത്താൻ വിഴിഞ്ഞം തുറമുഖത്തിന് സാധ്യമായിട്ടുണ്ട്. അതിന്റെ 2, 3, 4 ഘട്ടങ്ങൾ, അതായത് തുടർ ഘട്ടങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനമാണ് ഇന്ന് വിഴിഞ്ഞത്ത് നടന്നിട്ടുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ ചടങ്ങ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. അതോടൊപ്പം കേന്ദ്ര തുറമുഖ മന്ത്രി സർബാനന്ദ സോനോവാൾ ഉൾപ്പെടെയുള്ള ആളുകൾ ആ ചടങ്ങിന്റെ ഭാഗമായി എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത് ഈ വിഴിഞ്ഞം എങ്ങനെ സാധ്യമായി എന്നതിന്റെ നാൾ വഴികൾ ഓരോന്നായി പിണറായി വിജയൻ മുഖ്യമന്ത്രി വളരെ കൃത്യമായി തന്നെ എണ്ണിപ്പറഞ്ഞു എന്നുള്ളതാണ്. നാടിന്റെ സ്വപ്നമായിരുന്നു വിഴിഞ്ഞം. ആ സ്വപ്നവും പേറി എത്രയോ പതിറ്റാണ്ടുകളാണ് നാം നടന്നിട്ടുള്ളത്. ഓരോ ഘട്ടത്തിലും നിരവധി തടസ്സങ്ങൾ ഇതിന്റെ ഭാഗമായി ഉണ്ടായി. അത് ഓഖിയായാലും പ്രളയമായാലും മറ്റ് അതിന്റെ അസംസ്കൃത വസ്തുക്കളുടെ ദൗർലഭ്യമായാലും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി. അതിനെല്ലാം ഒടുവിൽ വിഴിഞ്ഞത്തിനെതിരെ വലിയ തരത്തിലുള്ള രാഷ്ട്രീയ സമരങ്ങളും നമ്മൾ കണ്ടതാണ്. അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഈ വിഴിഞ്ഞം തുറമുഖം എന്ന കേരളത്തിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏതായാലും തുടർന്ന് അങ്ങോട്ടും വലിയ നിലയിലുള്ള മുന്നേറ്റം ഈ വിഴിഞ്ഞത്തിലൂടെ കേരളത്തിന് ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ്. ഏതായാലും ഈ വികസന പദ്ധതികളുടെ കാര്യത്തിൽ, വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള വികസന പദ്ധതികളുടെ കാര്യത്തിൽ വലിയ ഇച്ഛാശക്തിയോടെയുള്ള ഇടപെടലാണ് സംസ്ഥാനം ഉണ്ടായിട്ടുള്ളത്. നേരത്തെ പല ആളുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, അതായത് സംസ്ഥാനത്ത് ഇതൊന്നും നടത്താൻ കഴിയില്ല എന്ന നിലയിലുള്ള വലിയ ആക്ഷേപങ്ങൾ, സംസ്ഥാനത്തിന് അതിനുള്ള ശേഷിയില്ല എന്ന് തുടങ്ങിയ ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള വൻകിട പദ്ധതികൾ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടാണ് അത്തരം ആക്ഷേപങ്ങൾക്ക് കേരളം മറുപടി പറഞ്ഞിട്ടുള്ളത്. തുടങ്ങിയ കാര്യങ്ങൾ വളരെ കൃത്യമായി തന്നെ മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പരാമർശിച്ചു പോവുകയും ചെയ്തു എന്നുള്ളതാണ്. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സർബാനന്ദ സോനോവാളിന്റെ പ്രസംഗം കൂടിയാണ്. അതിൽ കേരളത്തിന്റെ പ്രവർത്തനങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളം നടത്തുന്ന പ്രവർത്തനങ്ങളെ അദ്ദേഹം ശ്ലാഘിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഈ കാലങ്ങളായി ഇന്ത്യയിലേക്കുള്ള ഒരു പ്രവേശന കവാടമാണ് കേരളം എന്ന് പറയുന്നത്. രാജ്യത്തിന്റെ ലോജിസ്റ്റിക്സ് മേഖലയിൽ കേരളം നിലവിൽ സുപ്രധാനമായ ഒരു പങ്ക് വഹിക്കുകയാണ് എന്ന് അദ്ദേഹം പറയുന്നു. വിഴിഞ്ഞം തീരദേശ മേഖലയുടെ വികസനത്തിലും തൊഴിലവസരങ്ങളുടെ കാര്യത്തിലും ഏറ്റവും വലിയൊരു മാതൃകയാവും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള ഒരു ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബായി വിഴിഞ്ഞം ഇതിനോടകം തന്നെ മാറിക്കഴിഞ്ഞു എന്നുകൂടി കേന്ദ്രമന്ത്രി പറയുന്ന സാഹചര്യമുണ്ടായി. അതോടൊപ്പം തന്നെ കൊച്ചി വാട്ടർ മെട്രോയുടെ കാര്യവും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ എടുത്തു കാണിച്ചു എന്നുള്ളതാണ്. അതൊരു ദേശീയ മാതൃകയായി കൊച്ചി വാട്ടർ മെട്രോ മാറിക്കഴിഞ്ഞു. അത്തരത്തിലുള്ള നിരവധിയായ, അതായത് രാജ്യത്തിന് പോലും മാതൃകയാക്കാൻ കഴിയുന്ന നിലയിലേക്കുള്ള വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ സാധ്യമാകുന്നു എന്നുകൂടി അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുകയാണ് എന്ന് പറയേണ്ടി വരും. ഏതായാലും പ്രൗഢഗംഭീരമായ വലിയ ഒരു ചടങ്ങിൽ വെച്ച് തന്നെയാണ് ഇത്തരത്തിൽ ഈ തുടർഘട്ടങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചിട്ടുള്ളത്. അതോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ നേരത്തെ, അതായത് ഇതിന്റെ ഒന്നാം ഉദ്ഘാടനം നടക്കുന്ന ഘട്ടത്തിലൊക്കെ ഈ ചടങ്ങുകൾ ബഹിഷ്കരിക്കുന്ന നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ നേതാക്കൾ സ്വീകരിച്ചിട്ടുള്ളത്. അവരാരും ആ ചടങ്ങിൽ പങ്കെടുത്തിരുന്നില്ല. അതിനെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി. പക്ഷേ ഈ തുടർഘട്ടങ്ങളുടെ നിർമ്മാണോദ്ഘാടനം നടക്കുന്ന ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, അതുപോലെ തന്നെ കോവളം MLA ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ചടങ്ങിന്റെ ഭാഗമായി പങ്കെടുക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. എന്ന് മാത്രമല്ല, ഇതിനകത്ത് ഒരു പൊതുപരിപാടിയിൽ വെച്ച് രാഷ്ട്രീയ പ്രസംഗം നടത്തുന്ന നിലയിലേക്ക് പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ വരികയും ചെയ്തു. അതായത് ഉമ്മൻചാണ്ടിയാണ് ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ശില്പി, അല്ലെങ്കിൽ ഇത് യാഥാർത്ഥ്യമാക്കിയത് ഉമ്മൻചാണ്ടിയാണ് തുടങ്ങിയ. കമലേഷ്, ഇതില് ഈ ചില കാര്യങ്ങൾ പറയാതെ പോകുന്നത് ശരിയല്ല. അതായത് 2006 VS, അതിനു മുമ്പ് EK നയനാറിന്റെ കാലത്ത് ഇതിന്റെ ചില പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടക്കം കുറിച്ചിരുന്നു. 2006 VSന്റെ കാലത്താണ് ഈ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഫീസിബിലിറ്റി സ്റ്റഡി ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ നടന്നു. അതിനുശേഷം ആ കാലയളവിൽ ഒരു ചൈനീസ് കമ്പനി ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം ഏറ്റെടുക്കാൻ രംഗത്ത് വന്നിരുന്നു. പക്ഷേ കേന്ദ്രം ഭരിക്കുന്ന അന്നത്തെ UPA സർക്കാർ അതിന് അനുമതി നൽകിയില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുശേഷമാണ് പിന്നീട് 2015 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അതിൻ്റെ തറക്കല്ലിടിയിൽ ഇതൊരു തുടർ പ്രക്രിയയാണ്. ഇത് ശരിക്കും ഇടതുപക്ഷത്തിൻ്റെ ഒരു പോർട്ടാണ്, ഇടതുപക്ഷത്തിൻ്റെ ഒരു കുഞ്ഞാണിത്. അത് VSന്റെ കാലത്താണ് ഇതിന് ജീവൻ വെക്കുന്നത്. ഇതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് ഇങ്ങനെ ഒരു പോർട്ട് യാഥാർത്ഥ്യമാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി സർക്കാർ മുന്നോട്ട് വരുന്നത്. അതിൻ്റെ പിന്നീട് വന്ന ഒരു തുടർച്ച എന്ന നിലയിൽ ഉമ്മൻചാണ്ടി സർക്കാർ അന്ന്
ഈ പറയുന്ന 2015-ൽ UPA സർക്കാർ മാറുന്നു, പിന്നീട് BJP സർക്കാർ 2014-ൽ അധികാരത്തിൽ വരുന്നു, അദാനിക്ക് ഈ പോർട്ടിന്റെ നിർമ്മാണ ചുമതല കൊടുക്കുകയും ചെയ്യുന്നു. ആ രീതിയിൽ ആണ് അതിന്റെ ഒരു പ്രാക്ടിക്കൽ സൈഡ് എന്ന് പറയുന്നത്. അല്ലാതെ ഇതിന്റെ അകത്ത് ഇതിന് തുടക്കം കുറിക്കുന്നത് ശരിക്കും ഇടതുപക്ഷ സർക്കാരുകളാണ്. കമലേഷ്. ഷമി, തീർച്ചയായും എന്ന് മാത്രമല്ല, ഉമ്മൻചാണ്ടി സർക്കാർ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കരാറുകളിൽ തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളാണ് അന്നത്തെ പ്രതിപക്ഷമായിട്ടുള്ള ഈ ഇടതുപക്ഷം അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അന്നത്തെ ഉമ്മൻചാണ്ടിയുടെ കരാറുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ സംസ്ഥാന സർക്കാരിന് വലിയ നഷ്ടം സംഭവിക്കുന്ന നിലയിലുള്ള, അതായത് ആരാണോ ഈ തുറമുഖം അതിന്റെ നടത്തിപ്പും അതിന്റെ ചുമതലയും വഹിക്കുന്നത് അവർക്ക് മാത്രം ലാഭമുണ്ടാക്കാൻ കഴിയുന്ന നിലയിലേക്കുള്ള കരാറുകളാണ് അന്ന് എഴുതി വെച്ചിരുന്നത്. ആ കരാറുകളിൽ സമൂലമായ മാറ്റം വരുത്തി സംസ്ഥാനത്തിന് ലഭിക്കേണ്ടുന്ന നികുതി വരുമാനം, അതായത് അത് എത്ര വർഷം കഴിഞ്ഞാലാണ് സർക്കാരിന് ലഭിക്കുക, അതിൽ നിന്ന് ലാഭവിഹിതം ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങളുണ്ട്. അക്കാര്യത്തിലെല്ലാം വലിയ നഷ്ടം സംഭവിക്കുന്ന നിലയിലുള്ള കരാറുകളാണ് അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ എഴുതി വെച്ചിരുന്നത്. അതിലൊക്കെ സമൂലമായ മാറ്റം കൊണ്ടുവന്നുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി എത്രയും പെട്ടെന്ന് തന്നെ അതിന്റെ ലാഭവിഹിതം സംസ്ഥാന സർക്കാരിന് ലഭിക്കുന്ന നിലയിലേക്ക് ഈ കരാർ പൊളിച്ചെഴുതി ഏറ്റവും നിർണായകമായ നിലയിൽ ഇത് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി ഇടപെട്ടിട്ടുള്ളത് ഏറ്റവും ഒടുവിൽ ഈ ഒന്നാം പിണറായി വിജയൻ സർക്കാരാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും. അതിൽ തന്നെ നമുക്കിത് എത്രയോ നേരത്തെ പൂർത്തിയാക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ 2016-ൽ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 2017-ൽ ഓഖി വരികയാണ്. ഈ ഓഖി വന്നത് വലിയ തോതിൽ ഈ തുറമുഖത്തിന്റെ നിർമ്മാണത്തെ ബാധിച്ചു. പിന്നീട് 2018-ൽ വീണ്ടും മഹാപ്രളയം വരുന്നു. അതോടുകൂടി ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും സ്തംഭിക്കുന്ന സാഹചര്യം വന്നു. 2019-ൽ വീണ്ടും പ്രളയം വരുന്നു. അതിനുശേഷം 2020-ൽ കോവിഡ് വരുന്നു. ഇങ്ങനെ ഇത്രയും പ്രതിസന്ധികളിലൂടെ കടന്നിട്ടാണ് ഈ പദ്ധതി നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ പറ്റിയത്. ഈ പ്രശ്നങ്ങളില്ലായിരുന്നുവെങ്കിൽ എന്നേ ഈ ഒരു പദ്ധതി പൂർത്തിയാക്കാൻ കഴിയുമായിരുന്നു. അത്രമാത്രം ഇച്ഛാശക്തിയോടുകൂടിയാണ് ഇടത് സർക്കാർ ഇതിന്റെ നിർമ്മാണ കാര്യങ്ങളിൽ താല്പര്യമെടുത്തിട്ടുള്ളത്. കമലേഷ്. ഷമി, തീർച്ചയായും എന്ന് മാത്രമല്ല, ഈ ദുരന്തങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷം വലിയ സമരവുമായി വിഴിഞ്ഞത്ത് എത്തുന്നത്. ഒരു കല്ല് പോലും വിഴിഞ്ഞത്തിറക്കാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വലിയ സമരങ്ങൾ വിഴിഞ്ഞത്തിന്റെ മുറ്റത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ വിഴിഞ്ഞം യാഥാർത്ഥ്യമാക്കാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കോൺഗ്രസിന്റെ സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിനെയെല്ലാം അതിന്ന് പ്രസംഗത്തിൽ മുഖ്യമന്ത്രി എടുത്തു പറയുകയും ചെയ്തു. ഇത്തരത്തിൽ ഈ പ്രകൃതി ദുരന്തങ്ങൾക്കൊപ്പം തന്നെ കോൺഗ്രസ് ഉയർത്തിവിട്ട ഇത്തരത്തിലുള്ള രാഷ്ട്രീയ സമരങ്ങളെ കൂടി അതിജീവിച്ചുകൊണ്ടാണ് ഇത് യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഷമ്മി സൂചിപ്പിച്ച നിലയിൽ ഈ കോവിഡും ഓഖിയും പ്രളയവും എല്ലാം കഴിഞ്ഞ് എത്രയോ കാലം നീണ്ടു പോകേണ്ടിയിരുന്ന ഈ സംരംഭത്തെ, ഈ വികസന സ്വപ്നത്തെ വളരെ പെട്ടെന്ന് തന്നെ, അതായത് 2045-ൽ യാഥാർത്ഥ്യമാകും എന്ന് കരുതിയെടുത്തുന്നത് 17 വർഷം മുൻപോട്ട്, അതായത് 17 വർഷം നമ്മൾ ലാഭിച്ചു എന്നുള്ളതാണ്. അത് 2028-ഓടുകൂടി യാഥാർത്ഥ്യമാവുകയാണ് എന്നുള്ളത് കൂടി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്.